ഗായ്സ് അസ്സാം വലൈക്കും. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താ ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ, മഴയൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ. എനിക്കും മക്കൾക്കൊന്നും വയ്യ, ഒട്ടും വയ്യ കേട്ടോ. രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ വീട്ടിലുമ്മ പയറും കഞ്ഞിയാണ് വെച്ചത്. അപ്പോൾ ആർക്കൊക്കെ പയറും കഞ്ഞി ഇഷ്ടമുണ്ട്? പയറും കഞ്ഞി ഇപ്പോൾ ഞാൻ നെല്ലിക്കയായിട്ട് വന്നപ്പം 12:30 മണി 1 മണി അടുപ്പിച്ചായി. ആശുപത്രി 11 മണിക്കാണ് പോയിരുന്നത്. അപ്പോൾ പോയിട്ട് വന്നപ്പോഴെങ്കിൽ ഇത് പയറും കഞ്ഞിയാണ് ഉമ്മ വെച്ചത്. പോയിട്ട് വന്ന് ഞാൻ 1 മണിയൊക്കെ ആയപ്പം 1 മണിക്ക് അടുപ്പിച്ചായപ്പോഴാണ് വന്ന് കയറിയത്. അപ്പോഴും ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ചായ കുടിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. എന്തോന്ന് ചപ്പാത്തിയാണ് ഞാൻ വന്ന് കഴിച്ചത്. ഇപ്പം സമയം എത്രയായി? സമയം ഇപ്പം 4 മണിയായി. ഞാനിപ്പോൾ പയറും കഞ്ഞി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ ഗൈസ്. ആർക്കൊക്കെ പയറും കഞ്ഞി ഇഷ്ടമുണ്ട്? ഒരു പയറും കഞ്ഞിയുടെ കഥ പറയുകയാണെങ്കിൽ എന്തൊരു പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴെങ്കിൽ പയറും കഞ്ഞിയുമായിരുന്നു. പാത്രം കൊണ്ടുപോയിട്ടാണ് പയറും കഞ്ഞിയും വാങ്ങുന്നത്. നമ്മൾ സ്കൂളിൽ പോയിട്ടിരിക്കുമ്പോൾ റോഡ് സൈഡ് ഒരു അമ്മച്ചിയുണ്ട്. ഒരമ്മച്ചി ഈ നെല്ലിക്ക കാണുമ്പോഴും ഒക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നെല്ലിക്ക, കാരയ്ക്ക, ചൗമുട്ടായി, പിന്നെന്തോന്ന് കടലമുട്ടായി, നാരങ്ങ മിഠായി, അങ്ങനെ സ്കൂൾ ലൈഫാണ് ഓർമ്മ വരുന്നത്. ഞാൻ റോഡ് സൈഡ് പോയി ഞാനും കൂട്ടുകാരികളൊക്കെ ഒരുപാട് പേരുണ്ട് വാങ്ങും. ചൗമുട്ടായി എനിക്ക് ഫേവറേറ്റ് ഉള്ളത് ചൗമുട്ടായി. എന്നിട്ട് ബാക്ക് വശം പോയി സ്കൂളിൽ പോയിട്ട് ബാക്ക് വശം ഇരുന്ന് അത് നമ്മൾ രാവിലെ ഇട്ടാലും ഉച്ചയ്ക്കാവുമ്പോൾ ഒരു വൈകുന്നേരം അടുപ്പിച്ച് അതുവരെ കിടക്കും മുട്ടായി. കുറച്ച് സമയം ചവച്ച് ബാക്ക് സീറ്റിൽ ഇരുന്ന് ചവച്ച് വെച്ചിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ നാരങ്ങ മിഠായി, കാരയ്ക്ക, അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ വാങ്ങിച്ച് വെച്ച് കൊണ്ടുവച്ച് കഴിക്കും. പിന്നെ ഞാൻ പാത്രത്തിൻ്റെ കാര്യം പറഞ്ഞ് പാത്രം കൊണ്ടുപോയി കഞ്ഞി വാങ്ങും. കഞ്ഞി വാങ്ങിച്ചിട്ട് അച്ചാർ വാങ്ങിച്ചിട്ട് പോവും. നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ വാങ്ങിച്ച് കൊണ്ടുപോയി ഈ പയറും കഞ്ഞിയുടെ കൂടെ ഇരുന്ന് കഴിക്കും. ഈ പയറും കഞ്ഞി വെച്ചപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ആ കാര്യമാണ് ഓർമ്മ വരുന്നത്. അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ കഴിക്കാൻ വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടുന്നതാണ്. സ്കൂൾ ലൈഫെന്ന് വെച്ചാൽ ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് സ്കൂൾ ലൈഫെന്ന് പറഞ്ഞാൽ. ഓരോ കൂട്ടുകാരികളെ ഞാൻ കാണുമ്പോൾ, എൻ്റെ കൂടെ പഠിച്ച കുട്ടുകാരികളെ കാണുമ്പോൾ ഞാൻ മിണ്ടും കേട്ടോ. സംസാരിക്കുകയൊക്കെ ചെയ്യും, കാണും. അപ്പോൾ അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. സ്കൂൾ ലൈഫെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂട്ടുകാരികളുമായിട്ട് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കഞ്ഞി വെച്ചോ, കഞ്ഞിയുടെ കാര്യം വന്നപ്പോൾ അമ്മച്ചിയുടെ കാര്യം ഓർമ്മ വന്നു. ഇപ്പോഴും അമ്മച്ചി ഉണ്ട്. ചന്തയിലൊക്കെ നെല്ലിക്ക, കാരയ്ക്ക, ഉപ്പിട്ട് ലവലോലിക്ക ഇതൊക്കെ വെച്ചിട്ടൊക്കെ ഇരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ആശുപത്രി പോയിട്ടൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചന്തയിൽ കയറുമ്പോൾ അമ്മച്ചിയെ കാണാം. അമ്മച്ചി ഇരുത്തും തന്നെ ഇപ്പോഴും ഞാൻ വാങ്ങുന്നത്. അതൊക്കെ ഒരുപാട് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കഞ്ഞിയുടെ കാര്യം വന്നപ്പോൾ അതൊക്കെ ഓർമ്മ വരും. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല ഗായ്സ്. കഞ്ഞി കുടിക്കാൻ പോകണം കേട്ടോ ഗായ്സ്. നെല്ലിക്ക വേറെ ഒന്നുമില്ല ഗായ്സ്. കഞ്ഞി ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പയറും കഞ്ഞിയും. അപ്പോൾ വേറെ ഒന്നുമില്ല. ബൈ.